അതേ നോക്കിയേ, എന്തുവാന്നല്ലേ? വായോ പറഞ്ഞു തരാം. ഇത് നമ്മൾ അരിപ്പൊടിയാട്ടോ. പിന്നെ ഇതൊരു 3 ടീസ്പൂൺ റവയാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, എള്ള്, കറിവേപ്പില, ഉപ്പ്. ഈ റവയിലേക്ക് നമുക്കൊരിത്തിരി വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. എന്തിനാണെന്നല്ലേ, ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ഇന്നാൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അരിപ്പൊടിയിലേക്ക് ഉപ്പിടാം. പിന്നെ 4 കിലോ റേഷൻ അരിക്ക് 1/2 കിലോ പച്ചരി വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ എന്താ പറയുക, കഴുകി ഉണക്കിയിട്ട് പൊടിക്കുന്ന പൊടി കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പും ഇട്ട് അരിപ്പൊടിയിലേക്ക് ബീട്രൂട്ട് ഇട്ട് ഏകദേശം 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇട്ട് എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. അപ്പം ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ ഒക്കെ വിചാരിക്കും ഭയങ്കര പാടായിരിക്കും ഇതെന്ന്. പക്ഷെ ഒട്ടും പാടില്ലാത്ത, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിതിൽ കുറച്ച് എള്ളാട്ടോ, എള്ളിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇട്ടതെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇത് റവ കേട്ടോ, ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച് അതും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പും കറിവേപ്പിലയും ഇതാ റവയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് പത്തിലൊക്കെ കുഴയ്ക്കുന്ന പോലെ, അതായത് ഒറോട്ടിക്ക് നമ്മൾ അടയ്ക്ക് ഒക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു, പ്രിയങ്ക ഗാന്ധി ജയിച്ചു ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രകടനം പോകുന്നുണ്ട്, പാട്ടൊക്കെ. അതാട്ടോ ഈ സ്പീഡ് കൂട്ടി പറയുന്നേ. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ കേട്ടോ. പത്തിലിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അതെ, നമുക്കൊരു കുപ്പിയും കൂടി വേണം കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കുക. എന്നിട്ട് നമുക്ക് കുഴച്ച് വെച്ച അരിപ്പൊടി എടുത്തിട്ട് കയ്യിലേക്ക് നന്നായിട്ട് ഒരു കുഞ്ഞ് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒരു ബോളാക്കുക. എന്നിട്ട് ഇതുപോലത്തെ കുപ്പി എടുത്തിട്ട് അടപ്പ് മാറ്റിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വലിക്കുക. നോക്കിക്കേ, എന്ത് ഭംഗിയാണ്. പ്ലേറ്റിലൊരു ബോൾ, കുഞ്ഞ് പ്ലേറ്റിലൊക്കെ ഒരു ബോളൊക്കെ വയ്ക്കുക. അല്ലെ കുഞ്ഞ് കിളിക്കൂടില്ലേ നമ്മളെ കാപ്പി മരത്തിലൊക്കെ കാണുന്ന, അതിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ അല്ലേ? ഈസി ആട്ടോ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടാന്ന്. നിങ്ങൾ പാടാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ ചിലപ്പം ഏറ്റവും എളുപ്പം. നമുക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്നും പറയുന്നത്, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ തന്നെ നമ്മൾ ചെയ്ത് നോക്കണം. നമ്മൾ വിജയിക്കാണ്ട്, നമ്മളൊക്കെ സൂപ്പറാന്നേ, നമ്മൾ വിജയിക്കാണ്ട് എവിടെ പോകാൻ? എല്ലാ കാര്യത്തിലും കേട്ടോ, ഇതുണ്ടാക്കുന്ന കാര്യത്തിലല്ലേ. അപ്പം ഇതും ഈസിയാണ്. അതായത് കയ്യിൽ വെളിച്ചെണ്ണയാക്കുക, എന്നിട്ട് എന്താ പറയുക, ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ ബോളാക്കുക. എന്നിട്ട് ആ കുപ്പി എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്ത് ഈസിയാണ് ഇല്ലേ? അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഈസി മാത്രമല്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ചട്ടിനി വരുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ കിളിക്കൂട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാവ്, നിങ്ങളതിനെ നോക്കി, എന്ത് സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാനൊരു സംഭവം കേട്ടോ, ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ പോക്കും, ഷെഫി നീ സൂപ്പറാണ്, നിന്നെക്കൊണ്ടെല്ലാം പറ്റും, നീ എവിടെയും തളരില്ല, നീ വിജയിക്കുന്നു, ഞാൻ സ്വയം പറയും. എന്താ പറയുക, ഫുള്ളായിട്ട് പറ്റിയില്ലെങ്കിലും ഞാൻ അതിലേക്ക് വിജയിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാ കാര്യത്തിലും കേട്ടോ. അപ്പോൾ ഇത് ആവിക്ക് വെച്ചിട്ടുണ്ട്. അപ്പച്ചെമ്പിൽ ഇതുപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഒന്നുപോലും പൊട്ടിപ്പോയിട്ടില്ല, കണ്ടില്ലേ? അതുപോലെ തന്നെ കിട്ടി. വാവ്, എന്ത് ഭംഗിയല്ലേ! എള്ളൊക്കെ മേലെ കാണുമ്പോൾ നല്ല സോഫ്റ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചട്നിയും കൂടി ഞാൻ പറഞ്ഞു തരാം. ആ ചട്നിയാണ് മക്കളെ അടിപൊളി. ഇതിൻ്റെ കൂടെ ചട്നിക്ക് വേണ്ടത് തൈര്, കാന്താരി മുളക്, പുതിനയില, ഉപ്പ്, വേറൊന്നും വേണ്ട. പുതിനയില, കാന്താരി മുളക്, ഉപ്പ്, തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചട്നി റെഡി മക്കളെ. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ടേസ്റ്റ്, ഈ ചട്നിയും ഇതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ പൊന്നും മക്കളെ, ഇതിൻ്റെ ടേസ്റ്റ് അപാരം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പടക്കം പൊട്ടിക്കുന്നുണ്ട്, കണ്ടില്ലേ? ജയിച്ച ആഘോഷം കേട്ടോ. നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞാനിതൊക്കെ കഴിക്കട്ടെ പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.